ഹായ് ഹലോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ എൻ്റെ കുഞ്ഞിന് യൂസ് ചെയ്തിട്ടുള്ള 3 ബേബി ലോഷൻ്റെ ഒരു റിവ്യൂ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റിവ്യൂ എന്നതിലുപരി ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആദ്യം തന്നെ പറയാലോ, നമ്മൾ എന്തിനാണ് ബേബി ലോഷൻസ് യൂസ് ചെയ്യുന്നത്? അഡൾട്ട് സ്കിന്നിനെക്കാട്ടി 20 തൊട്ട് 30% വരെ കുഞ്ഞുങ്ങളുടെ ചർമ്മം തിന്നായിരിക്കും. സോ നമ്മൾ അവരുടെ ഒരു സ്കിൻ ബാരിയർ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ബേബി ലോഷൻസ് യൂസ് ചെയ്യുന്നത്. അതുമാത്രമല്ല, കുട്ടികളുടെ സ്കിന്ന് ആദ്യത്തെയൊക്കെ അവരുടെ ബാത്ത് കഴിയുമ്പം ഡ്രൈ ആയി പോകാൻ ചാൻസ് ഉണ്ട്. സോ അവിടെ അവർക്കൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് കൊടുക്കാനും ഡ്രൈനെസ് പ്രിവെൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ എന്തെങ്കിലും ഇറിറ്റേഷൻസ് ഉണ്ടെങ്കിലോ റെഡ്നെസ് ഉണ്ടെങ്കിലോ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ബേബി ലോഷൻ ചൂസ് ചെയ്യുന്നത്. ബേബി ലോഷൻസ് ചൂസ് ചെയ്യുമ്പം എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, സേഫ് ഇൻഗ്രീഡിയൻസ് ഉള്ള ബേബി ലോഷൻസേ നിങ്ങൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതായത് എപ്പോഴും ചെക്ക് ചെയ്യേണ്ട കാര്യമാണ്, പാരബൻ ഫ്രീ ആണോ സൾഫേറ്റ് ഫ്രീ ആണോ നിങ്ങൾ യൂസ് ചെയ്യുന്ന ബേബി ലോഷന് എപ്പോഴും നിങ്ങൾ ചെക്ക് ചെയ്യണം. ഞാനിവിടെ 3 ബേബി ലോഷൻസ് എടുത്തു വെച്ചപ്പോണ്ട് സെബാമെഡ് ബേബി ലോഷൻ, സെറ്റാഫിൽ ആൻഡ് ഹിമാലയ. ഞാൻ എൻ്റെ കുട്ടിക്ക് ഇത് രണ്ടുമേ യൂസ് ചെയ്തിട്ടുള്ളൂ, അതായത് സെബാമെഡും സെറ്റാഫിലും. ഞാൻ സെബാമെഡിൽ നിന്നും സെറ്റാഫിലേക്ക് സ്വിച്ച് ചെയ്ത കാര്യവും ഇത് രണ്ടിൻ്റെയും പോസിറ്റീവും നെഗറ്റീവും സൈഡ് എഫക്ട്സ് പറയാൻ പോവുകയാണ്. സെബാമെഡ് 5.5 ആണ് pH. കുട്ടികളുടെ സ്കിന്നിന് വേണ്ട pH വാല്യൂ കറക്റ്റായിട്ട് ഇതിൽ പറഞ്ഞപ്പോൾ ഉണ്ട് 5.5 ആണ്. സെബാമെഡിൽ അടങ്ങിയിട്ടുള്ളത് കെമോമൈലാണ്. കെമോമൈൽ എന്ന് പറഞ്ഞൊരു സബ്സ്റ്റൻസ് കുട്ടികളുടെ സ്കിന്നിൻ്റെ റെഡ്നെസ്സും സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും എന്തെങ്കിലും ഇറിറ്റേഷൻസ് ഉണ്ടെങ്കിൽ അത് പ്രിവെൻറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് കെമോമൈൽ. സെബാമെഡിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളതാണ് കെമോമൈൽ. ദെൻ സെബാമെഡിൽ പറഞ്ഞിട്ടുള്ള കാര്യമെന്ന് വെച്ചാൽ വെരി ഫസ്റ്റ് ഡേ, ആദ്യത്തെ കുട്ടികളുടെ ദിവസം തൊട്ട് നമുക്ക് സെബാമെഡ് ഉപയോഗിച്ച് തുടങ്ങാം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എൻ്റെ കുഞ്ഞിന് ഞാൻ ആദ്യത്തെ ദിവസം തൊട്ട് ഒരു ബേബി ലോഷൻസ് യൂസ് ചെയ്തിട്ടില്ല. എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു ഫസ്റ്റ് ഡേ തന്നെ പുറത്തുനിന്നൊരു പ്രോഡക്റ്റ് കുഞ്ഞിൻ്റെ ബോഡിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. സോ ഞാൻ 30 ദിവസം വെയിറ്റ് ചെയ്തിട്ടാണ് കുഞ്ഞിന് ബേബി ലോഷൻസ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ. ഈ സെബാമെഡ് എനിക്ക് തോന്നുന്നു നല്ലൊരു രീതിയിൽ സെബാമെഡ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്കായിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു 6 മാസം വരെ സെബാമെഡാണ് കുഞ്ഞിന് ഉപയോഗിച്ചത്. പിന്നെ ഞാൻ കുറച്ച് കാരണങ്ങൾ കൊണ്ട് സെബാമെഡിൽ നിന്നും സെറ്റാഫിലേക്ക് സ്വിച്ച് ചെയ്തതാണ്. ആ കാര്യം എന്താണെന്ന് ഞാൻ പറയാം. ആദ്യം തന്നെ ഞാൻ മേടിക്കുന്ന ബോട്ടിൽ ഒരു 50 ml ആണ്. 50 ml എനിക്ക് തോന്നുന്നു അറൗണ്ട് ഒരു 600 റുപ്പീസാണ്, 600 രൂപയാണ് 50 ml. ഒരു മാസം കഷ്ടിച്ചൊരു 1.5 മാസമൊക്കെ എനിക്കിത് നിൽക്കാറുള്ളൂ. ഓരോ മാസം കൂടുമ്പോഴും 600 രൂപ കൊടുത്ത് 50 ml ബോട്ടിലാണ് ഞാൻ മേടിച്ചുകൊണ്ടിരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉള്ളൊരു പ്രോഡക്റ്റാണ് സെബാമെഡ്. നല്ല രീതിയിൽ സൂത്തനിങ് എഫക്റ്റും നല്ല രീതിയിൽ സ്കിന്ന് ഡ്രൈ ആക്കാതെയൊക്കെ പോയിട്ടുള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഞാൻ ഒരു വട്ടം കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പം ജസ്റ്റ് ഡോക്ടറോട് ഞാനൊരു അഡ്വൈസ് ചോദിച്ചു, ഡോക്ടർ ബേബി ലോഷൻ എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാമെന്ന്. അപ്പോൾ ആ ഡോക്ടർ സജസ്റ്റ് ചെയ്തത് സെറ്റാഫിലാണ്. പക്ഷെ ഞാനത് അത്ര മൈൻഡായിട്ട് എടുത്തില്ല. പിന്നെ എനിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഇങ്ങനെ ഫീൽ ചെയ്യാൻ തുടങ്ങി. കുഞ്ഞിൻ്റെ ചെവിയിൽ അത്യാവശ്യം നല്ല ഡ്രൈ സ്കിന്നാണ്. ഞാൻ അപ്പോഴും സെബാമെഡ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നത്. അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നിട്ടും ആ ഒരു കുഞ്ഞിൻ്റെ ചെവിയിലുള്ള ആ ഒരു ഡ്രൈനെസ് മാറുന്നില്ലായിരുന്നു. അപ്പോഴാണ് ഞാൻ വേറൊരു ഡോക്ടറിൻ്റെ അടുത്തും കൂടെ ഒരു അഡ്വൈസ് ചോദിച്ചത്. അന്നേരം ആ ഡോക്ടറും പറഞ്ഞത് സെറ്റാഫിൽ ഒന്ന് യൂസ് ചെയ്ത് നോക്കാറാണ്. അപ്പോഴാണ് എനിക്കൊരു ബോധം വന്നത്, എങ്കിൽ പിന്നെ ഒന്ന് സ്വിച്ച് ചെയ്ത് നോക്കാം. അങ്ങനെ ഞാൻ സെബാമെഡ് സ്റ്റോപ്പ് ചെയ്തിട്ട് സെറ്റാഫിൽ മേടിച്ചു. സെറ്റാഫിൽ എനിക്ക് തോന്നുന്നു ഒരു 400 ml ബോട്ടിലാണ് മേടിച്ചത്. 400 ml അറൗണ്ട് 800 സംതിങ് രൂപയ്ക്കാണ് ഞാൻ മേടിച്ചത്. ഓഫർ ഉണ്ടായിരുന്നു. ഇതിൻ്റെ കറക്റ്റ് വില വന്നിട്ട് 950 രൂപയാണ് സെറ്റാഫിലിൻ്റെ. സെറ്റാഫിലിൽ അടങ്ങിയിട്ടുള്ളത് ഷിയ ബട്ടർ, വൈറ്റമിൻ ഇ, പ്രോ വൈറ്റമിൻ B5, ഇതെല്ലാം കുഞ്ഞുങ്ങളുടെ സ്കിന്നിന് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണുള്ളത്. അതൊക്കെ ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് മേടിച്ചത്. ജെൻറ്റിൽ സൂത്തനിങ്, ഹൈപ്പോ അലർജിക്, മോയ്സ്ചർ സീൽ ഇതെല്ലാം വരുന്നുണ്ട്. പ്രൊട്ടക്റ്റീവ് സ്കിൻ ബാരിയർ, ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തത്. പാരബൻ ഫ്രീ ആണ്, നോൺ ഇറിറ്റേറ്റിംഗ്, ടിയർ ഫ്രീ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പം ആദ്യം തന്നെ എനിക്ക് ചെവിയിലെ ഡ്രൈനെസ് സെബാമെഡ് ഉപയോഗിച്ചിട്ട് മാറുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുഞ്ഞിന് ചെവിയിലെ ഡ്രൈനെസ് മാറുന്നുണ്ടോ എന്നാണ് എനിക്ക് ആദ്യം അറിയേണ്ടത്. ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്തതല്ലേ. അങ്ങനെ ഞാനത് ചെവിയിലും ബോഡിയിലും ഒക്കെ അലർജിക് അല്ലെന്ന് ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് യൂസ് ചെയ്തത്. അങ്ങനെ കുറച്ച് നാൾ കണ്ടിന്യൂ ആയിട്ട് ഒരു 2 ആഴ്ച യൂസ് ചെയ്ത് അപ്പോഴാണ് കണ്ടത് ചെവിയിലെ ആ ഒരു
ഡ്രൈ ആയിട്ടുള്ള സ്കിന്ന് നല്ല രീതിയിൽ കുഞ്ഞിന് മാറിയിട്ടുണ്ട്. പിന്നെ അത് വീണ്ടും ഡ്രൈ ആവാതിരിക്കുന്നതുകൊണ്ട് ഞാൻ കണ്ടിന്യൂ ആയിട്ട് സെറ്റാഫിൽ യൂസ് ചെയ്തപ്പം അപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ടും സെബാമെഡിനെക്കാട്ടി നല്ല രീതിയിൽ അഫോർഡബിൾ സെറ്റാഫിലാണ്. കാരണം എറൗണ്ട് ഒരു 400 ml നമുക്ക് 800 സംതിങ് രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ സെബാമെഡ് ആണെങ്കിൽ 50 ml 600 രൂപയ്ക്ക് 50 ml ആണ് കിട്ടിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് തീരുകയും ചെയ്യുന്നുണ്ട്. സെറ്റാഫിലാവുമ്പം ഒരു 3-4 മാസമൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് പുതിയൊരു ബോട്ടിൽ മേടിക്കേണ്ടി വന്നിട്ടുള്ളൂ. അത് മാത്രമല്ല കുഞ്ഞിൻ്റെ ആ ഒരു ചെവിയിലെ ഡ്രൈനെസ് സെറ്റാഫിൽ ഉപയോഗിച്ചതിന് ശേഷമാണ് മാറിയിട്ടുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് സെബാമെഡ് സ്കിൻ അലർജി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ എൻ്റെ കുഞ്ഞിന് വന്ന പ്രോബ്ലം ക്യൂർ ചെയ്തത് സെറ്റാഫിൽ ഉപയോഗിച്ചപ്പോഴാണ്. അപ്പം നിങ്ങൾ എപ്പോഴും ചൂസ് ചെയ്യുമ്പം നിങ്ങളുടെ കുഞ്ഞിന് ഏതാണ് ആപ്റ്റ് എന്ന് ആദ്യം കണ്ടെത്താൻ ശ്രമിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ മറ്റ് പ്രോഡക്റ്റ്സ് മേടിച്ച് ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് കണ്ടെത്താൻ ശ്രമിക്കാൻ ഏതാണ് നിങ്ങളുടെ കുഞ്ഞിൻ്റെ ബോഡിക്ക് ആപ്റ്റ് ആയിട്ടുള്ളതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് സെബാമെഡും സെറ്റാഫിലും നല്ല രീതിയിൽ വർക്കാവുന്നുണ്ട്. കുറച്ചും കൂടെ അഫോർഡബിളും കോസ്റ്റ് ഫ്രണ്ട്ലിയും കുറച്ചും കൂടെ സ്കിന്നിന് വർക്കായതും സെറ്റാഫിലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ വേറെ